ശശി തരൂർ വീണ്ടും ദേശീയ തലത്തിൽ വൈറലായി. നരേന്ദ്രമോദി കൊണ്ടുവരുന്ന പുതിയ ഭരണഘടനാ ഭേദഗതിയെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. 30 ദിവസം ജയിലിലായാൽ രാജ്യത്തെ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, മന്ത്രിമാർ എല്ലാവരും ആ കസേരയിൽ കാണില്ല എന്നും സ്വയം പുറത്താകും എന്ന പുതിയ ബില്ലിനെ സ്വാഗതം ചെയ്ത് ശശി തരൂർ. കോൺഗ്രസും പ്രതിപക്ഷവും പുതിയ ബില്ലിനെ രൂക്ഷമായി വിമർശിച്ചു. കോൺഗ്രസ് ഭീകര ബിൽ എന്ന് വിശേഷിപ്പിച്ചു. ക്രൂരമായ ബിൽ എന്നും ഏത് മുഖ്യമന്ത്രിയും കള്ളക്കേസ് ചുമത്തി സ്ഥാനം തെറിപ്പിക്കാം എന്നും വയനാട് MP പ്രിയങ്ക ഗാന്ധി വദ്ര വ്യക്തമാക്കി. ഈ അവസരത്തിൽ തന്നെയാണ് ശശി തരൂരിന്റെ മോദിക്കും കേന്ദ്ര സർക്കാരിനും അനുകൂലമായ നിലപാട്. ക്രിമിനൽ കേസിൽ 30 ദിവസം ജയിലിൽ റിമാൻഡിലായാൽ അത്തരക്കാർ പിന്നെ ആ കസേരയിൽ കാണരുത്. ക്രിമിനലുകൾക്ക് ഭരിക്കാനുള്ളതല്ല ജനാധിപത്യത്തിലെ പ്രധാനമന്ത്രി മുതൽ മുഖ്യമന്ത്രി, മന്ത്രി കസേരകൾ. എന്തിനാണ് ഇത്തരം ക്രിമിനൽ കേസുകളിൽ പെടുന്ന പ്രതികളെ ജയിലിൽ നിന്നും തിരികെ വന്നാലും കസേരയിട്ട് ഭരിക്കാൻ ഇരുത്തുന്നത്? ഇതാണ് നരേന്ദ്രമോദി കൊണ്ടുവരുന്ന ബില്ലിന്റെ ലളിതമായ വശം. ഇതുമായി ബന്ധപ്പെട്ട് ശശി തരൂർ വ്യക്തമാക്കിയത് ഇങ്ങനെ: ഇത് സാമാന്യ ബുദ്ധിയുടെ കാര്യമാണ്, ഇതിൽ എനിക്കൊരു തെറ്റും തോന്നുന്നില്ല. അദ്ദേഹം വ്യക്തമാക്കി ഇത് സാമാന്യമായ നീതിയാണ് എന്നും തരൂർ പറയുമ്പോൾ ഇനി വയനാട് MP പ്രിയങ്കയുടെ മറുപടി ഇങ്ങനെ: കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധി വദ്ര ഇതിനെ ക്രൂരമായ ബിൽ എന്ന് വിശേഷിപ്പിച്ചു. നാളെ നിങ്ങൾക്ക് ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഏത് കേസും ഫയൽ ചെയ്യാം. ശിക്ഷിക്കപ്പെടാതെ 30 ദിവസത്തേക്ക് അറസ്റ്റ് ചെയ്യണോ? അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത് അവസാനിപ്പിക്കുമോ? ഇത് തികച്ചും ഭരണഘടനാ വിരുദ്ധമാണ്. ഏത് മുഖ്യമന്ത്രിയും മന്ത്രിയും തെറിപ്പിക്കാം എന്നും പ്രിയങ്ക പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച പ്രസ്താവനകൾക്ക് ശേഷം കോൺഗ്രസുമായുള്ള ബന്ധത്തിൽ ശശി തരൂർ വീണ്ടും ഒരു വഴിത്തിരിവിലാണിപ്പോൾ. ഇത്തവണ ക്രിമിനൽ കുറ്റങ്ങൾ നേരിടുന്ന മുതിർന്ന സർക്കാർ അംഗങ്ങളെ ബലപ്രയോഗത്തിലൂടെ പുറത്താക്കാൻ നിർദ്ദേശിക്കുന്ന ബില്ലിനെ ചൊല്ലിയാണ് വളരെ നൈസായി തരൂർ ഇക്കുറി ക്രിമിനലുകളെ പിന്തുണയ്ക്കില്ല എന്ന കോമൺ സെൻസ് ചൂണ്ടിക്കാട്ടി മോദിക്കൊപ്പം നിൽക്കുകയായിരുന്നു. അവിടെയും അദ്ദേഹത്തിന്റെ ശൈലിയിൽ പറഞ്ഞാൽ രാജ്യമാദ്യം, പിന്നീട് നമുക്ക് രാഷ്ട്രീയം കളിക്കാം എന്ന് തന്നെ. ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഭരണഘടനാ 130ാമത് ഭേദഗതി ബിൽ തിങ്കളാഴ്ച പാർലമെന്റിൽ വരും. തുടർച്ചയായി 30 ദിവസത്തിലധികം അറസ്റ്റ് ചെയ്ത ജയിലടച്ച മന്ത്രിമാർ 31ാമത് ദിവസം രാജിവെക്കുകയോ പുറത്താക്കുകയോ ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്നു. മുൻപ് ദില്ലി മുഖ്യമന്ത്രി കെജ്രിവാൾ രാജ്യത്തിന് തന്നെ അപമാനമായി 5 മാസത്തോളം ജയിലിൽ കിടന്നിട്ടും മുഖ്യമന്ത്രി പദം ഒഴിയാതെയിരുന്നു. കെജ്രിവാളിനെ ഓർമ്മിക്കുക, ഇത് രാജ്യത്തെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമാക്കിയ കാര്യമായിരുന്നു. ബില്ല് അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ പതിവ് ബഹളത്തിനും പ്രതിഷേധത്തിനും സാധ്യതയുണ്ട്. കൂടുതൽ പരിശോധനയ്ക്കായി ബിൽ ഒരു സെലക്ട് കമ്മിറ്റിക്ക് അയക്കാൻ സാധ്യതയുണ്ട്. ബിൽ പഠനത്തിന് അയച്ചാൽ അത് നല്ല കാര്യമാണ് എന്ന് തരൂർ വ്യക്തമാക്കി. നമ്മുടെ ജനാധിപത്യത്തിന് കമ്മിറ്റിക്കുള്ളിൽ ഒരു ചർച്ച നടത്തുന്നത് നല്ലതാണെന്ന് ഞാൻ കരുതുന്നു. അതിനാൽ നമുക്ക് ആ ചർച്ച നടത്താം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ലയെ കുറിച്ച് പാർലമെന്റിൽ നടന്ന പ്രത്യേക ചർച്ചയിൽ നിന്ന് വിട്ടുനിന്ന കോൺഗ്രസിനെ തിങ്കളാഴ്ച തരൂർ രൂക്ഷമായി വിമർശിച്ചിരുന്നു. തരൂരിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചുള്ള നല്ല അഭിപ്രായങ്ങളിൽ കോൺഗ്രസ് അസ്വസ്ഥത പ്രകടിപ്പിച്ചു കഴിഞ്ഞു. കോൺഗ്രസും താനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ തരൂർ സമ്മതിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ പോലും അദ്ദേഹം കണ്ടുമുട്ടി. പക്ഷേ ആ കൂടിക്കാഴ്ചയിൽ നിന്ന് ഒന്നും ചർച്ചയായില്ല. ശശി തരൂർ പാർട്ടിയുമായുള്ള സംഘർഷത്തെക്കുറിച്ചുള്ള ഏതൊരു സംസാരത്തെയും നിസ്സാരമായി കാണുകയും അത്തരം സംഭവങ്ങളെ അഭിപ്രായ വ്യത്യാസങ്ങൾ നേതൃത്വത്തിന്റെ ചില ഘടകങ്ങൾ മാത്രമുള്ളവ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ 16 വർഷമായി താൻ പാർട്ടിയോടും അതിന്റെ പ്രത്യയശാസ്ത്രത്തോടും വിശ്വസ്തനാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.